everyone, welcome back to Athu Naira YouTube channel. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് എനിക്കും നൈറയ്ക്കും നാളെ ഒരു ക്രിസ്മസ് ഷൂട്ട് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴാണ് അവർ വിളിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് ഡ്രസ്സോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം നൈറയ്ക്ക് ഒരു ഡ്രസ്സ് ഉണ്ട്, പക്ഷെ എനിക്ക് ഡ്രസ്സില്ല, എല്ലാം നല്ല ടൈറ്റ് ആയിപ്പോയി. അപ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഹൈലൈറ്റ് പോവാണ്. ഇതൊരു ക്രിസ്മസ് ഷൂട്ട് വ്ളോഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഹൈലൈറ്റ് പോയിട്ട് ഡ്രസ്സ് വാങ്ങണം. എന്നിട്ട് ഞങ്ങൾ ഷൂട്ടിനൊക്കെ പോകുന്നത് അങ്ങനെയൊക്കെ ഒരു കുഞ്ഞ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇപ്പം ഹൈലൈറ്റ് പോവാണ്. ഇപ്പോൾ സമയം 8 മണിയായി ഗൈസ്, 8 മണി. അപ്പോൾ ഞാൻ പെട്ടെന്ന് മാറ്റട്ടെ. ഓക്കേ, ഞാനിപ്പോൾ ഓട്ടോന് പോവാൻ പോവാണ്. എൻ്റെ കുട്ടി എൻ്റെ വണ്ടീൻ്റെ കീ എവിടെ കൊണ്ടിട്ടതാ, എന്നിട്ട് ഇവിടെ ഊഞ്ഞാലിൽ നിന്നാടുക. നീ എവിടെ എൻ്റെ കീ കൊണ്ടിട്ട് പോട്ടോ അമ്മ? എൻ്റെ വണ്ടീൻ്റെ കീ ഞാൻ തപ്പാത്ത സ്ഥലമില്ല, എവിടെയോ കൊണ്ടിട്ട്. ഞാൻ വരാം അമ്മാട്ടാ. ഇനി ദൈവത്തിനറിയാം ഓട്ടോ കിട്ടുമോ എന്താ ഒന്നും അറിയില്ല. ഇപ്പം 8 ആവാനായി, എന്താ ചെയ്യുക? പെട്ടെന്ന് തന്നെ എനിക്കൊരു ഓട്ടോ കിട്ടിട്ടോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഹൈലൈറ്റിലും എത്തി. ഹൈലൈറ്റിലാണെങ്കിൽ ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെ ഒക്കെ തിരക്കാണ്, അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഫുൾ റെഡ് കളർ ഡ്രസ്സുള്ളൂ കേട്ടോ എല്ലായിടത്തും, അതുകൊണ്ട് ഡ്രസ്സ് റെഡ് തപ്പി നടക്കേണ്ട ആവശ്യം വന്നില്ല. പെട്ടെന്ന് തന്നെ ഡ്രസ്സ് എടുത്ത് എനിക്ക്. പിന്നെ നൈറ ബേബിക്കും നോക്കുമ്പം ഒരു റെഡ് ഉടുപ്പുണ്ടായിരുന്നു, അതിന് മാച്ചായിട്ടില്ല സോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പ്ലെയിൻ റെഡ് ഉടുപ്പാട്ടോ എടുത്തത് അവൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അതും എടുത്തിട്ട് അമ്മയ്ക്ക് പോപ്കോൺ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോപ്കോണും വാങ്ങി ഞാൻ പെട്ടെന്ന് ഓട്ടോയിൽ കയറി. അപ്പം കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങി ഞാനിതാ പെട്ടെന്ന് വീട്ടിലേക്ക് പോവാണ്. നമ്മൾ തിരിച്ചെത്തി. ശതപടി 1 മണിക്കൂറിനെ കൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ഷോപ്പ് ചെയ്തത്. പെട്ടെന്ന് ചെയ്തു. എനിക്ക് തോന്നുന്നു ക്രിസ്മസ് ആയതുകൊണ്ട് റെഡ് കളർ ഡ്രസ്സ് എല്ലായിടത്തും ഉണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞ് പരിപാടി. പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു. ഇപ്പം നൈറേൻ്റെ ആണെങ്കിലും പെട്ടെന്ന് കഴിഞ്ഞു. നൈറ ബേബി ഇപ്പം നല്ല വികൃതി ആവുന്നുണ്ട്. ഇപ്പം ഞാൻ സോക്സ് ഉടുപ്പൊക്കെ കൊടുത്തപ്പം എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ടില്ല, ആ ഒരു വാശിയിലാട്ടോ അപ്പോൾ ഈ ഫേസ് കാണുന്നത്. അതൊക്കെ എടുത്ത് എറിയായിരുന്നു. ഹലോ, അപ്പം ഞാൻ നാളത്തെ ഷൂട്ടിന് വേണ്ടിയിട്ട് നെയിൽ പോളിഷ് ഇടുകയാണ്. എൻ്റെ നെയിൽസ് കണ്ടോ? ഇപ്പം നെയിൽസ് ഒന്നും ശ്രദ്ധിക്കാറില്ല, മുടിയുടെ കോലം നോക്കണ്ട, നെയിൽസ് ഒന്നും ശ്രദ്ധിക്കാറില്ല. അപ്പം ഞാൻ നെയിൽ പോളിഷ് ചെയ്യുന്ന ഇടാറ്. ഇപ്പം ജെല്ല് പോയിട്ട് നെയിൽ പോളിഷ് പോലും ഇടാൻ സമയമില്ല. അപ്പം ഞാൻ നെയിൽ പോളിഷ് ഇടട്ടെ. ഇതൊക്കെയാണ് എൻ്റെ നെയിൽ പോളിഷ് കളക്ഷൻസ്, കുറേ ഉണ്ട്. കുഞ്ഞാ എണീച്ച, ഇന്നിനി ഷൂട്ടില്ലേ കുഞ്ഞിനിന്ന്? നമ്മളെ ഫസ്റ്റ് ക്രിസ്മസ് ഷൂട്ടില്ലേ? ഇത് അമ്മമ്മ ഞാൻ നോക്കുന്നേ ഇല്ലേ? പോണ്ടേ അച്ചോടാ അമ്മ ഷൂട്ട്. ഗുഡ് മോർണിംഗ്. അപ്പൊ ഞങ്ങൾ ഇവിടെ പോയി. അപ്പൊ ഞങ്ങൾ ഷൂട്ടിന് പോവാണ്. ഭയങ്കര വാശിയുണ്ട്. എന്തൊക്കെയാണുള്ളത്? എന്തൊക്കെയോ ഉണ്ട് പൊന്നെ. ആ വണ്ടിയിലൊക്കെ കയറി ഇരിക്കണം എന്നൊക്കെ തോന്നുന്നത്. ഞങ്ങളെ ക്രിസ്മസ് ഷൂട്ടിന് വേണ്ടിയിട്ട് എല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെ ഇവിടെ സംഭവിക്കുക കുഞ്ഞോ? നൈറ ബേബി നല്ല എക്സൈറ്റഡ് ആട്ടോ. അവളിങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കണ്ടിട്ട് അവിടേക്കും ഇവിടേക്കും ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ട്. ഓടിപ്പാഞ്ഞ് നടക്കല്ല, മുട്ടിൽ എഴിയുന്നുണ്ട് അമ്മമ്മേൻ്റെ അടുത്തേക്കും. പിന്നെ ഒരു ചെയർ ഉണ്ടായിരുന്നു, അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവൾക്ക്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ ഷൂട്ട് തുടങ്ങി. നൈറ ബേബിൻ്റെ ഉറക്കത്തിൻ്റെ സമയം കേട്ടോ അത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഉച്ച ഉറക്കത്തിൻ്റെ സമയമാണ്. പക്ഷെ എന്താണെന്ന് അറിയില്ല, ഉറങ്ങിയിട്ടില്ല. നല്ല മുളായിട്ടൊക്കെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ കുറേ സാധനങ്ങളൊക്കെ കണ്ട്, പിന്നെ ഒരുപാട് പേരുണ്ടല്ലോ, പിന്നെ കളിക്കാൻ കുറേ സാധനങ്ങൾ കിട്ടിയതിനെ കൊണ്ട് അതിലിങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. ഇതായിരുന്നു ഇവിടെ ഫസ്റ്റ് ഔട്ട്ഫിറ്റ്. ഞാനൊരു റെഡ് ടോപ്പ് വരുന്നിട്ടത്. എനിക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ്, വാവൻ്റെ ഔട്ട്ഫിറ്റ് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല രസമുണ്ടായിരുന്നു, ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. റെഡ് ഉടുപ്പിനെക്കാട്ടും ഇഷ്ടമായത് എനിക്കിതാണ്. പിന്നെ അമ്മമ്മേൻ്റെ അടുത്ത് കുറച്ചിരിക്കും. ഈ ഗ്യാപ്പിലാണ് അവരെൻ്റെ ഫോട്ടോ എടുക്കുന്നത്. അവൾ അതും നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചിരിക്കുക. അങ്ങനെ അമ്മമ്മ മോളും ഇരുന്നിട്ട് ഇങ്ങനെ കളിക്കുകയായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കൂടെ നല്ല വാശി പിടിച്ചവർക്ക്. അപ്പോൾ ഞാൻ എടുത്ത് പാല് കൊടുത്തിട്ടുണ്ടായിരുന്നു. പാല് കൊടുക്കുമ്പോൾ അങ്ങോട്ടും കിടക്കുക. ഇവക്ക്
കിടക്കയിൽ കിടന്നിട്ട് ഇങ്ങനെ ഉരുണ്ട് മറിഞ്ഞ് ഒക്കെ പാല് കുടിക്കണം. അപ്പോൾ അത് കുടിക്കാൻ പറ്റായിട്ടില്ല, ആ ഒരു ഇറിറ്റേഷനാണ് കാണിക്കുന്നത് ഇത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പാലൊക്കെ കൊടുത്ത് ഞങ്ങൾ പിന്നെയും ഷൂട്ടിന് വേണ്ടിയിട്ട് സെറ്റ് ആവാണ്. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ വാവേനെയും കൊണ്ടിട്ട് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ. ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഈ ഔട്ട്ഫിറ്റിൻ്റെ ഏകദേശം കുറച്ച് പിക്സൊക്കെ കിട്ടിയെന്ന് പറഞ്ഞ്. അപ്പം ഞങ്ങളിനി മറ്റേ ഔട്ട്ഫിറ്റ്, രണ്ടാമത്തെ ഔട്ട്ഫിറ്റ് ഇടണം. അപ്പോൾ ഞങ്ങൾ ഔട്ട്ഫിറ്റ് ചേഞ്ച് ആക്കിയിട്ട് വരാം. അപ്പം ഇതാണ് നൈറ ബേബീൻ്റെ അടുത്ത ഔട്ട്ഫിറ്റ്. ഞാൻ പറഞ്ഞല്ലോ റെഡ് ഉടുപ്പും റെഡ് സോക്സൊക്കെയാണ്. അപ്പം അത് വെച്ച് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. 2 കൊമ്പ്. ഇതായിരുന്നു ഞങ്ങൾ സെക്കൻഡ് ഔട്ട്ഫിറ്റ്. എൻ്റെ ഗ്രീൻ കളറും അവളത് റെഡും. ഇത് പകുതി തലയൊന്നുമില്ല വീഡിയോ എടുക്കുമ്പോൾ. എൻ്റെ അമ്മയാണ് വീഡിയോ എടുക്കുന്നത്. അമ്മ പഠിച്ചു വരുന്നുള്ളൂ. ഞങ്ങൾ യൂട്യൂബ് വീഡിയോഗ്രാഫറാണ് അമ്മ. ഞങ്ങൾ സെറ്റാക്കും. അവിടെ ഒരു വാവനെ കണ്ടപ്പോൾ ഉമ്മയൊക്കെ കൊടുത്തിട്ടോ നൈറ ബേബി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്ന് ഞങ്ങളിതാ വീട്ടിലെത്തി. റെഡ് ഡ്രസ്സ് കണ്ടോ, കളർ. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി ഒരു ഉറക്കമൊക്കെ ഇറങ്ങി നൈറയ്ക്ക് ഫുഡൊക്കെ കൊടുത്ത് പിന്നെ ഞങ്ങൾ പുറത്ത് വന്ന്. എനിക്കൊരു ഫോൺ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഫോണൊക്കെ വാങ്ങി. ഞങ്ങൾ ഫോണിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ, ആ ഒരു സമയത്ത് പെട്ടെന്ന് തിരക്കിലായിപ്പോയി. ഫോൺ വാങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ കല്യാണിലേക്ക് വരികയാണ്. ഫോൺ ഇതാണ് കേട്ടോ. കല്യാണിലേക്ക് വന്നിട്ട് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അവിടെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ ഇങ്ങനെ സാരി മേക്ക് ചെയ്യുന്നത്. അത് ഞാൻ ഫസ്റ്റ് ടൈമാണ് നേരിട്ട് കാണുന്നത്. അങ്ങനെ അമ്മ കുറച്ച് സാരിയൊക്കെ നോക്കി. അങ്ങനെ നൈറ ബേബിക്ക് കുറച്ച് ഉടുപ്പൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് പിന്നെയും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഞാനൊന്നും എടുത്തില്ല കേട്ടോ. എനിക്ക് ഒന്നും എടുക്കാൻ നൈറ സമ്മതിച്ചില്ല. എൻ്റെ അടുത്ത് നിന്ന് വിട്ട് പോകുന്നേ ഇല്ല. ജസ്റ്റ് ഒന്ന് ട്രയൽ റൂമിൽ പോലും കയറാൻ വേണ്ടിയിട്ട് നൈറ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ നൈറയ്ക്കുള്ള ഉടുപ്പ് എടുത്ത് പിന്നെ അമ്മയ്ക്കും അമ്മമ്മയ്ക്കും ഒക്കെ ഡ്രസ്സ് വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഐഫോൺ അൺബോക്സ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഐഫോൺ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആട്ടോ കാണുന്നത്. ഞാൻ ഫോൺ വാങ്ങിച്ചന്ന് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അന്ന് പിന്നെ പിറ്റേ ദിവസം എനിക്ക് എന്തോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രാത്രി അൺബോക്സ് ചെയ്യണമെന്ന് വിചാരിച്ച് വീഡിയോ എടുക്കണമല്ലോ. അപ്പം നൈറ ബേബി സമ്മതിച്ചിട്ടില്ല. പിന്നെ അത് സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ച് ടൈമുള്ളപ്പോൾ നല്ലപോലെ അൺബോക്സ് ചെയ്തിട്ടൊക്കെ സെറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ അൺബോക്സ് ചെയ്ത് ഇതൊക്കെ ഇത് ഹലോ വന്നത് വേറെ ഏതോ ഒരു ലാംഗ്വേജിലാണെന്നുള്ളൂ. അങ്ങനെ അൺബോക്സ് ചെയ്ത് നല്ല ഫോണാട്ടോ. ക്യാമറ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഞാൻ യൂസ് ചെയ്തിരുന്ന ഫോണ് ഐഫോൺ 12 Pro Max ആയിരുന്നു. പിന്നെ ഞാൻ 15 Pro എടുത്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഇപ്പോൾ എടുത്ത ഫോണാണ് 16. ഇതെനിക്ക് എന്തിനാന്ന് വെച്ചാൽ മെയിനായിട്ട് ഇപ്പോൾ ഞാൻ യൂട്യൂബൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി നല്ല ക്ലാരിറ്റിയിൽ ഫോൺ വേണമല്ലോ. അപ്പോൾ അതിന് നല്ലൊരു ഫോൺ നോക്കിയിട്ട് എടുത്തതാണ്. ഒരു രക്ഷയില്ല കേട്ടോ. ക്യാമറ അടിപൊളി ക്യാമറയാണ്. പിന്നെ നല്ല ക്യൂട്ടാണ്, കയ്യിൽ നല്ലോണം ഒതുങ്ങും. ക്യൂട്ടായിട്ടില്ലേ ഫോണാണ്. ഹലോ എവരിവൺ. അപ്പം ഞാൻ പിന്നെയും വന്നു. ഇത് ഞാൻ അതിൻ്റെ അടുത്ത ദിവസം എടുത്ത വീഡിയോ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പം അതിനൊരു എൻഡിങ് ഇല്ല. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അതിൻ്റെ അപ്പത്തേക്ക് നൈറ ബേബി വന്നിട്ട് സീനാക്കി. അപ്പം ഒരു എൻഡിങ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് എടുത്ത വീഡിയോ. ഇതിപ്പോൾ സമയം എത്രയെന്ന് അറിയോ? ഇപ്പം 1:15 ഞാൻ എഡിറ്റ് ചെയ്ത് വന്നപ്പം ഇതിനൊരു എന്താ പറയുക, വാലും തലയില്ലാത്തൊരവസ്ഥയായിപ്പോയി. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കണമല്ലോ. എനിക്ക് തോന്നി ഞാനിപ്പം 1.5 ആഴ്ചയോ 2 ആഴ്ചയായിട്ടേ ഒരു വീഡിയോ ഇട്ടിട്ട് പറ്റുന്നില്ല. ഞാൻ ഓരോ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നൈറ ഉറങ്ങുക 11:30ക്കാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ എഡിറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് സമയം നല്ലോണം ലേറ്റാവും. എൻ്റെ കണ്ണൊക്കെ കണ്ടില്ലേ, ഡാർക്ക് സർക്കിൾസൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഇനി മുതലൊന്ന് നല്ലപോലെ ടൈം ഷെഡ്യൂളൊക്കെ ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കണം. എല്ലാവരും പറയുന്നുണ്ട് യൂട്യൂബ് നല്ലപോലെ കൊണ്ടുപോയിക്കൂടെ, നല്ല വീഡിയോ ഇട്ടൂടെ, ഡെയിലി വീഡിയോ ഇട്ടൂടെയെന്ന്, ഷോർട്സ് ഇട്ടൂടെയെന്ന്. ഇവിടെ ഷോർട്സ് പോയിട്ട് എനിക്ക് ഒന്നിനും നേരമില്ല. ഒന്ന് മര്യാദയ്ക്ക് ഒന്ന് നല്ലപോലെ കിടന്നുറങ്ങാൻ പോലും സമയമില്ല. അങ്ങനെയാണ്, എല്ലാം ശരിയാകും അല്ലേ. അപ്പം അത്രയേ ഉള്ളൂ. ഞങ്ങളെ ക്രിസ്മസ് ഫോട്ടോ ഒക്കെ കണ്ടോ? ക്രിസ്മസ് ഷൂട്ടിനൊരു ജഗ പുകയായിരുന്നു.
കുറേയൊക്കെ വീഡിയോ ഞാൻ എടുക്കാൻ അങ്ങോട്ട് മറന്നു പോവും. അങ്ങനെ നമ്മൾ ശീലിച്ചില്ലല്ലോ, ഇനി അതൊക്കെ ശീലമായിട്ട് വരണം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമല്ലേ. ചിലതൊക്കെ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ മറന്നും പോവും. അല്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇത് നൈറ ബേബി അപ്പം ചിലപ്പോൾ എന്തെങ്കിലും മൂഡ് എന്താ പറയുക, എന്തെങ്കിലും കരഞ്ഞിട്ടോ അങ്ങനെയൊക്കെ ഇരിക്കും. അപ്പം ഞാൻ പിന്നെ എല്ലാം മറന്നു, വീഡിയോ എടുക്കാനും മറന്നു, ഒക്കെ മറന്നു. അപ്പം ഇനി എന്തായാലും ഞാൻ സെറ്റാക്കാം ഗൈസ്, സെറ്റാക്കാം. അപ്പം എല്ലാവരും ഉറങ്ങിക്കോന്നൊക്കെയാണ് പറയുന്നത്. ഉറങ്ങുന്ന സമയമാണല്ലോ. അപ്പോൾ ബൈ ബൈ. ഇനി അടുത്ത വ്ളോഗായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഞാൻ എന്താ ഇപ്പോൾ വ്ളോഗ് ചെയ്യുക, കുറേ വ്ളോഗ് ഉണ്ട്, ഞാൻ കുറേ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. മടിയെന്നല്ല, സമയമില്ല. പിന്നെ രാത്രിയൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഉറക്കം വരും. എന്തായാലും സെറ്റാക്കും ഞാൻ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെന്താ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ. നൈറ ബേബി ഉറങ്ങി, അതാണ് നൈറ ബേബിനെ കാണിക്കാത്തത്. ഞാൻ അവിടെ പോയിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ കൂടെ അങ്ങോട്ട് എണീച്ച് വരും. പിന്നെ 3 മണി 4 മണിക്ക് ഞാനും ഓളും ഉറങ്ങാം. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ബൈ ബൈ.